സുഹൃത്തുക്കളെ, ഞാൻ ഷെഫ് പി ജെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി സാധനമാണ് കേട്ടോ. നമ്മുടെ ഇന്ന് തവളക്കാൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അമേരിക്കയിലുണ്ടായിരുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. ഇപ്പോൾ പുള്ളിയാണ് ഇവിടെ തവളക്കാൽ കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ തവളക്കാൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് നല്ലോണം ഒന്ന് വരഞ്ഞൊന്നും മസാലയൊക്കെ ഇട്ടെന്ന് നമുക്ക് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ തവയിലിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നല്ല രസമായിരിക്കും കേട്ടോ അത് കഴിക്കാനായിട്ട്. ഞാൻ പണ്ട് ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് ഈ സാധനങ്ങൾ. അത് വളരെ ചെറുപ്പത്തിൽ കുഞ്ഞിലാണ്. പിന്നെ അതൊക്കെ പിടിക്കുന്നതൊക്കെ നിരോധിച്ചിരുന്ന് അതുകൊണ്ടൊക്കെ നമുക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഇതൊരു നല്ല ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്ത് നല്ല അടിപൊളി തവളക്കാലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നല്ല ഇതിനങ്ങോട്ട് വരഞ്ഞങ്ങോട്ട് കഴിയുമ്പോഴുള്ള ഇതിനകത്തേക്ക് ആ മസാല എല്ലാം കൂടെ പിടിക്കത്തുള്ളൂ. കാരണം അല്ലാതെ ഇതിൻ്റെ മസിലിന് ഇതിനെ പിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഈ മസാല പിടിക്കാണ്ടത് ഭയങ്കര പാടാണ് ഇതിനകത്ത്. പക്ഷേ പെട്ടെന്ന് കുക്കാകും കേട്ടോ. നല്ല അടിപൊളി തവളയാണ് കേട്ടോ. അതിൻ്റെ നല്ല മസിലൊക്കെ ഉള്ള ഉണ്ടോ, നല്ല മസിലൊക്കെ ഉള്ള നല്ല തവളയാണ്. നല്ല രസമായിരിക്കും ഇതിന് നമുക്ക് ഗ്രില്ല് ചെയ്ത് അങ്ങോട്ട് അടിക്കാനായിട്ട്. കാരണം ഇത് നല്ല കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് നല്ലവണ്ണം മസാലയൊക്കെ ചേർത്ത് അങ്ങോട്ട് പിടിച്ച് കഴിയുമ്പോൾ ഒരു കുറച്ച് നേരം നമ്മൾ വെച്ചേക്കണം കേട്ടോ. ഇത് മസാല ചേർത്ത് കുറേ നേരം വെച്ചേക്കണം ഈ സാധനം. എങ്കിൽ മാത്രമുള്ളൂ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ട് പിടിക്കത്തുള്ളൂ. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇടണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി അങ്ങോട്ട് ഇടുക. മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് അതിലേക്ക് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പെരുംജീരകം നല്ലവണ്ണം പൊടിച്ച് നല്ല പെരുംജീരകത്തിൻ്റെ പൊടി അങ്ങോട്ട് ആഡ് ചെയ്യുക. പെരുംജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് നമ്മുടെ കുരുമുളക് പൊടി അങ്ങോട്ട് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അടിച്ച് ചേർക്കണം കേട്ടോ. അത് പ്രത്യേകം ഓർക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അടിച്ചാലേ ഉള്ളൂ നല്ല ഫ്ലേവർ. പിന്നെ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് ശകല ഉപ്പുകൂടെ അങ്ങോട്ട് ഇടുക. നമ്മുടെ തവളക്കുട്ടന്മാരുടെ ദേഹത്തേക്ക് ആ ഉപ്പൊക്കെ അങ്ങോട്ട് പിടിക്കണം. എല്ലാത്തിനും കൂടെ ഫ്ലേവർ അങ്ങോട്ട് പിടിച്ചാൽ നല്ലവണ്ണം അത് മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം തോന്നുന്നു ഇതിനകത്തേക്ക്. അപ്പോഴുള്ളൂ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യണം. നല്ല ലെമൺ ജ്യൂസ് ഇവിടെ നമുക്ക് ബോട്ടിലിനകത്തായിട്ട് കേട്ടോ ലെമൺ ജ്യൂസ് കിട്ടുന്നത്. നല്ല ലെമൺ ജ്യൂസാണ്, നല്ല പ്യുവറായിട്ടുള്ള ലെമൺ ജ്യൂസാണ്. അത് നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗങ്ങളും നല്ലവണ്ണം മിക്സ് ചെയ്ത് അതെല്ലാം മസാല എല്ലാം കൂടി ഒന്നിച്ച് വരുന്നത് ഇതെല്ലാം മിക്സ് ചെയ്യണം. ആഹാ, നല്ല അടിപൊളി സാധനം, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇവന്മാർക്ക് പ്രത്യേകത കേട്ടോ. മസിൽ പിടുത്തമാണ്. ചത്താലും മസിൽ പിടുത്തം വിടത്തില്ല. അതാണ് ഈ തവളകളുടെ പ്രത്യേകത. ഇവന്മാരെ അങ്ങോട്ട് ആ മസിൽ പിടുത്തം വിടാതെ ഒരു പണി നടക്കത്തില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, നമുക്ക് മസാലയ്ക്ക് അതിട്ട് അങ്ങോട്ട് നമ്മുടെ മസിലിൻ്റെ പവറും കൂടെ അങ്ങോട്ടും കാണിച്ചു കൊടുക്കുക. എന്തായാലും നമുക്ക് നോക്കാമല്ലോ എങ്ങനെ ഇരിക്കും. നല്ലവണ്ണം അങ്ങോട്ട് മസാജ് ചെയ്ത് ഇവന്മാരെ മസാലയ്ക്ക് അതിട്ട് അങ്ങോട്ട് പേരട്ടണം. ആ വരഞ്ഞിരിക്കുന്ന ആ ഭാഗത്തേക്കൊക്കെ കംപ്ലീറ്റ് മസാലയൊക്കെ അങ്ങോട്ട് കയറി അത് നല്ലവണ്ണം അത് പിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ മസാല നമ്മൾ കുറച്ച് നേരം നമുക്ക് ഇതിന് വെച്ചേക്കണം കേട്ടോ. ഒരു നോക്കി ആ സാധനത്തിൻ്റെ കിടപ്പ് കണ്ടോ. ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു. ഇനി കുറച്ച് നേരം നമുക്ക് അതിനൊന്ന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വിടണം. ഇവനെ നല്ലവണ്ണം നല്ല റെസ്റ്റ് ചെയ്യാൻ വിട്ടാലുള്ളൂ നമുക്ക് അതിൻ്റെ മസാല കറക്റ്റായിട്ട് പിടിക്കത്തുള്ളൂ കേട്ടോ. ആഹാ, ഇനി നമുക്ക് യുവന്മാരെ എന്ത് ചെയ്യണമെന്ന് അറിയാം. യുവന്മാരെ ആ തവയിലേക്ക് അങ്ങോട്ട് നേരത്തി വെച്ചങ്ങ് പൊരിക്കണം. അന്നേരമുള്ള അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. നമ്മൾ ഈ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴല്ലോ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തില്ല. ആ എണ്ണയ്ക്കകത്ത് പ്രത്യേകിച്ച് ഗ്രില്ല് ചെയ്യുമ്പോഴല്ലോ അതിനകത്ത് കംപ്ലീറ്റ് മസാല സാധനങ്ങളെല്ലാം കൂടെ അങ്ങ് ശരിക്കങ്ങ് വരും. ആ ശരിക്കങ്ങ് പിടിക്കും. അതിലേക്ക് ആ വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഇനി കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇടണം കേട്ടോ. ഇനി കറിവേപ്പില അങ്ങോട്ട് ഇടാം. ആഹാ, എന്താ കറിവേപ്പില അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ കറിവേപ്പിലയുടെ ഫ്ലേവറോ വെളിച്ചെണ്ണയുടെ ഫ്ലേവറും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തവളക്കുട്ടന്മാരെ അങ്ങോട്ട് മസിൽ പിടിച്ചിരിക്കുമോ അവന്മാർ. എന്തായാലും അവന്മാർ നമുക്ക് കറിവേപ്പിലയുടെ മേലേക്ക് നമുക്ക് നേരത്തെ അങ്ങോട്ടൊക്കെ ഇടാം. ഈ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ ഫ്ലേവർ അങ്ങോട്ട് കറക്റ്റായിട്ട് ഇവന്മാർ നമ്മൾ വരഞ്ഞിട്ടല്ലേ മസാല ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീറ്റിനകത്തേക്ക് ആ മസാലയുടെയും ആ കറിവേപ്പിലയുടെയൊക്കെ ആ ഫ്ലേവർ അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് കയറി ചെല്ലും. അതിനാണ് നമ്മൾ കറിവേപ്പില ഇടുന്നത് കേട്ടോ. എന്ത് നമ്മുടെ കേരള ഫുഡ് എന്താ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഫുഡ് എന്ത് ആനാന്ന് പറയുന്നത് ഇച്ചിരി കറിവേപ്പില ഇട്ടില്ലെങ്കിൽ ഒരു സുഖം വരത്തില്ല. പിന്നെ നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ആ വെളിച്ചെണ്ണ അത് മസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവനെ നേരത്തെ അങ്ങ് വെക്കാം. അവനങ്ങ് ഇരിക്കട്ടെ ഓരോന്നായിട്ട്. അവന്മാരുടെ കിടപ്പ് കണ്ടോ, എന്നാ സ്റ്റൈലാണ് കാണാനായിട്ട്. പണ്ടിങ്ങനെ ഞങ്ങൾ
ചാക്കിനകത്ത് ഇങ്ങനെ തവളേനെയൊക്കെ പിടിച്ച് ഇഷ്ടംപോലെ കഴിക്കുമായിരുന്നു കേട്ടോ പണ്ട്. നമ്മുടെ പാടത്തിൻ്റെ സൈഡൊക്കെയാണ്, കുമരകത്തല്ലേ, പാടത്തിൻ്റെ സൈഡായ കാരണം ഇഷ്ടംപോലെ തവള കിട്ടുമായിരുന്നു നമുക്ക്. എന്നൊക്കെ ചെറുപ്പത്തിൽ ആർക്കും ഒരു കുഴപ്പമില്ല തവളേനെ പിടിക്കുന്നതിന്. ഇന്നിപ്പോൾ തവളേനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തവളേനെ അകത്താക്കുന്നതിന് മുമ്പ് നമ്മളകത്താവും. അപ്പോൾ ഇനിയന്മാർ ചാടിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവനെ അങ്ങ് കവറിട്ടങ്ങ് മൂടി വെക്കാം. അത് ശരിക്കും ഒരു പാത്രം ഇട്ടങ്ങ് മൂടി വെച്ച് അങ്ങനെ നമ്മുടെ തവളക്കുട്ടന്മാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. എന്താ ആ ഒരു ഫ്ലേവർ, അതിൻ്റെ ആ സ്മെല്ലും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്കിപ്പോൾ തന്നെ അവനെ ഇങ്ങോട്ട് മൊത്തത്തോടെ എടുത്ത് കഴിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ ആ നല്ല ഐശ്വര്യമുള്ള പ്ലേറ്റിനകത്തേക്ക് അവനെ അങ്ങോട്ട് ഒന്നൊന്നായിട്ട് അങ്ങോട്ട് കണ്ട് അടിക്കാൻ അങ്ങോട്ട് വെക്കുക. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ഇപ്പോൾ തന്നെ എടുത്ത് മൊത്തത്തോടെ കഴിക്കാൻ തോന്നുന്നു. ആ മസാലയൊക്കെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പിടിച്ച് ആ കറിവേപ്പിലേക്ക് അങ്ങോട്ട് ഉണ്ടത്തെ ആ പുറത്തൊക്കെ കറിവേപ്പിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ. ഇതൊരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ട് നമ്മൾ കഴിച്ച അതേ ആ ഒരു ഫീൽ വരുന്നുണ്ട്. ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് അവനെ അങ്ങോട്ട് ശരിക്കും രണ്ട് സവോളയൊക്കെ അങ്ങോട്ട് റൗണ്ടായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കൊക്കെ അങ്ങോട്ട് ഇട്ട് നമുക്ക് സെറ്റാക്കാം. ചുമ്മാതെ കേട്ടോ, ഇതൊക്കെ വെറുതെ ഇത് ഷോയ്ക്കാണ്. പക്ഷേ ഇതൊക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സവോളയൊക്കെ നമ്മൾ പക്ഷേ വേറൊരു കാര്യം കേട്ടോ, ആ സവോളയും കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മോ ഇനി ഒരു രക്ഷയില്ല, കാത്തിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇനി ഇവനെ ഒന്ന് കഴിച്ചു നോക്കാം. എന്താ നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ശരിക്കും കുക്കായിട്ടുണ്ട്. അവനെ ശരിക്കും ഒന്ന് കഴിച്ചോ. എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല, അടിപൊളിയാട്ടോ, അടിപൊളി സൂപ്പറായിട്ടുണ്ട്. എന്താ അതിൻ്റെ ടേസ്റ്റ്, ആഹാ ഒരു രക്ഷയില്ല, അടിപൊളി, സൂപ്പർ. ഓക്കെ.